ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ HTTPS സൈറ്റുകളെ എങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും, ബൈപ്പാസ് ചെയ്തിട്ട് നമുക്കത് HTTP ഫോർമാറ്റ് ആക്കിയിട്ട് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ സ്നിഫ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലാസ്സിൻ്റെ തിയറി ഭാഗങ്ങളായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ എൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് നോക്കാമെന്ന്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കാണാൻ ശ്രമിച്ചിട്ട് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ നോക്കുക. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ പ്രാക്ടിക്കലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കാലിനെക്സ് മിഷൻ. അപ്പോൾ കാലിനെക്സ് മിഷനിൽ ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ എന്താണെന്ന് ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസർ നെയിം വന്നിട്ട് റൂട്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് കാലിനെക്സിൻ്റെ OS ആണ്. അപ്പോൾ അതിന് ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത റൂട്ടും അതേപോലെ തന്നെ ടൂർ എന്നുള്ളതാണ് അതിൻ്റെ പാസ്വേഡും. ഇപ്പോൾ നിങ്ങളാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന അതേ കസ്റ്റം കാലി ഇമേജാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് തന്നെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കാലിനെക്സ് മിഷനിൽ എങ്ങനെയാണ് HTTPS സൈറ്റുകളെ ബൈപ്പാസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു ക്യാപ്ലെറ്റ് ചെയ്തിരുന്നു അല്ലേ. നമ്മളൊരു ക്യാപ്ലെറ്റ് ചെയ്ത് അത് സേവ് ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പൂഫ് എന്ന് പറയുന്നൊരു ക്യാപ്ലെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. spoof.cap എന്ന് പറയുന്നൊരു ക്യാപ്ലെറ്റ് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ബട്ടൺ ഞെക്കുക, ഓപ്പൺ വിത്ത് എടുത്തിട്ട് ഏത് ടെക്സ്റ്റ് എഡിറ്റർ വഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ലീഫ് പാഡാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള നമ്മുടെ സ്ക്രിപ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, HTTPS സൈറ്റുകളെ ബൈപ്പാസ് ചെയ്യണം, HTTPയിലോട്ട് ബൈപ്പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ net.sniff.on എന്ന് കാണുന്നതുണ്ടോ, ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു കമൻറ്റ് കൂടി നമ്മൾ ടൈപ്പ് ചെയ്യണം. സെറ്റ് സ്പേസ് net.sniff ലോക്കൽ സ്പേസ് ട്രൂ. ഓക്കെ, അത് നമുക്ക് എല്ലാ ലോക്കൽ ഡാറ്റകളെയും സ്നിഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമൻ്റാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTTP സൈറ്റുകളെ നമ്മൾ ഡൗൺഗ്രേഡ് HTTP ആക്കുമ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ Ctrl+S അടിക്കുക, സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ Ctrl+S അടിച്ചു, സേവ് ചെയ്തു. ഇനി നമുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് അത് വയർ ഷാർക്ക് വഴി ഓണായി. ഓക്കെ, ഞാൻ ലീഫ് പാഡ് വഴി ഒന്ന് ഓണാക്കാം. ഓപ്പൺ വിത്ത് ഡിഫാൾട്ടായിട്ട് വയർ ഷാർക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലീഫ് പാഡ് എടുക്കുക, ഓപ്പൺ കൊടുക്കുക. ഇതാ, അപ്പോൾ കമൻറ്റുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാലിനെക്സിൽ HTTP സൈറ്റ് എങ്ങനെയാണ് സ്നിഫ് ചെയ്യണേ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ ടെർമിനൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. അതവിടെ നമ്മുടെ ടെർമിനൽ കിടക്കുന്നുണ്ട്. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ നമ്മുടെ ക്യാപ്ലെറ്റ് എന്ത് ചെയ്യുക, റൺ ചെയ്യിപ്പിക്കുക. ബെറ്റർ ക്യാപ്പ് -iface ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇൻ്റർഫേസ് iface ETH0 അതാണ് എൻ്റെ ഇൻ്റർനെറ്റിൻ്റെ പേര്. ക്യാപ്ലെറ്റ് അതിൻ്റെ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലേ. എവിടെയാണ് ഇരിക്കുന്നത് ആ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റൂട്ടിൽ spoof.cap. ഓക്കെ, spoof.cap എന്നുള്ളതാണ്. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബെറ്റർ ക്യാപ്പ് അവിടെ റൺ ആവുന്ന കാണാനായിട്ട് സാധിക്കും. നിങ്ങളിവിടെ ജസ്റ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏകദേശം നമ്മൾ നേരത്തെ റൺ ചെയ്തതിനെക്കാട്ടി ഒരു 5 മൊഡ്യൂൾ 5 നിങ്ങൾക്കിവിടെ റൺ ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. ഓക്കെ,
നമ്മളിവിടെ ഇതിൽ ഒരുപാട് ഇപ്പോൾ ബെറ്റർ ക്യാപ്പിൽ ഒരുപാട് കസ്റ്റം ചെയ്തിട്ടുള്ള ക്യാപ്ലെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റം ഇമേജ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, കസ്റ്റമായിട്ടുള്ള വിൻഡോസ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരുപാട് ക്യാപ്ലെറ്റുകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ സാധാരണ കാലിനെക്സ് മെഷീൻ ആണെങ്കിൽ നിങ്ങൾ ക്യാപ്ലെറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് എത്ര ക്യാപ്ലെറ്റുകൾ ഉണ്ട് എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമൻറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ക്യാപ്ലെറ്റുകൾ ഉണ്ട് എന്നറിയാൻ പറ്റും. ക്യാപ്ലെറ്റ്സ് ഡോട്ട് ഷോ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് വലുതാക്കാം. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ക്യാപ്ലെറ്റുകളാണ്. നോക്കി, ഓരോ ക്യാപ്ലെറ്റുകളും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്. അപ്പോൾ ഇത് ഞാൻ കസ്റ്റമൈസർ കാര്യമാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ലൊക്കേഷനിലാണ് ഓരോരോ ക്യാപ്ലെറ്റുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, സേവ് ചെയ്തിരിക്കുന്ന ഓരോ ക്യാപ്ലെറ്റിൻ്റെ പേരുകളാണിത്. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനാണ് ഇതവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്ലെറ്റിൻ്റെ പേരും ലൊക്കേഷനും കാണാൻ പറ്റും. ഇത്രയും ക്യാപ്ലെറ്റുകൾ ഓൾറെഡി എന്തുണ്ട്, ബെറ്റർ ക്യാപ്പിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഒരു മെയിനായിട്ടൊരു ക്യാപ്ലെറ്റ്, ഈ ഒരു ക്യാപ്ലെറ്റാണ് ഇപ്പോൾ നമുക്ക് റൺ ചെയ്യിപ്പിക്കേണ്ടത്. HSTS ഹൈജാക്ക്, ഈ ഒരു ക്യാപ്ലെറ്റ്, ഇതിൻ്റെ ലൊക്കേഷൻ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാപ്ലെറ്റാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യേണ്ടത്, റൺ ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്യാപ്ലെറ്റ് റൺ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ക്യാപ്ലെറ്റിൻ്റെ പേര് ഇവിടെ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ HST എന്ന് അമർത്തിയിട്ട് ടാബ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാപ്ലെറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്യാപ്ലെറ്റിൻ്റെ റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ക്യാപ്ലെറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാപ്ലെറ്റിൻ്റെ പേര് നിങ്ങളിപ്പോൾ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യേണ്ട, HST എന്നടിച്ച് ടാബ് അമർത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുഴുവനായിട്ടും ടാബ് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണത് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാപ്ലെറ്റ് HSTS ഹൈജാക്ക് എന്ന് പറയുന്ന ക്യാപ്ലെറ്റ് ഇപ്പോൾ എന്താവുന്നുണ്ട്, റൺ ആവുന്നുണ്ട്. ഇനി നമ്മുടെ ക്ലൈൻറ്റ് മെഷീനിൽ പോവുക. ക്ലൈൻറ്റ് മെഷീനിൽ പോയിട്ട് നിങ്ങൾ HTTPS സൈറ്റുകൾ നിങ്ങൾ ആക്സസ് ചെയ്യുക. അതിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂസർ നെയിമും പാസ്വേഡും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റൺ ആവുന്നത് കാണാനായിട്ട് പറ്റും. അത് ഞാൻ സെക്യൂരിറ്റി പ്രശ്നങ്ങളും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോ എന്ത് ചെയ്യാത്തത്, ഇതിൽ കാണിക്കാത്തത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ എന്താ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫേമസ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇവരൊക്കെ ഇല്ലേ, ഇതൊക്കെയാണ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇത് HSTS എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഉപയോഗിച്ചുള്ള സൈറ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ HSTSനെ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ്, അത്തരം സൈറ്റുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.